രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ബലാത്സംഗം ചെയ്തത് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ചെന്ന് എഫ്ഐആർ. 2 തവണ ബലാത്സംഗം ചെയ്തു. ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗർഭഛിദ്രത്തിനുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫാണ്. ഇയാളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ആർ അനന്തർഷൻ വിവരങ്ങളുമായിട്ടുണ്ട്. ഒപ്പം സി കെ അഭിലാലും ഗോകുലുമുണ്ട്. ആദ്യം അനന്തനിലേക്ക്. അനന്തൻ, എഫ്ഐആറിൽ വളരെ ഗുരുതരമായ കേസുകളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയിരിക്കുന്നു. വീഡിയോ ചിത്രീകരിച്ചു എന്നതടക്കമുള്ള എങ്ങനെയാണ് എഫ്ഐആറിൽ പറയുന്ന വിവരങ്ങൾ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉടനടി അറസ്റ്റ് എന്ന നിലയിലേക്ക് പോകേണ്ടിയും വരില്ലേ? ദിവിഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായി യുവതി നൽകിയ പരാതി മുഖ്യമന്ത്രിക്കാണ് നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് പെൺകുട്ടിയുടെ മൊഴി ഏതാണ്ട് 5.5 മണിക്കൂർ ദൈർഘ്യമെടുത്ത് രേഖപ്പെടുത്തിയത്. 20 പേജുള്ള മൊഴിയാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് വലിയമല പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ആ കേസ് ഇപ്പോൾ തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. 8 വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ 6 വകുപ്പുകളും ജീവപര്യന്തം കഠിന തടവ് വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ബലാത്സംഗമാണ്. ബലാത്സംഗത്തിന്റെ വിവിധ വകുപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. മറ്റൊന്ന് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുന്ന വകുപ്പാണ്. അതിനൊപ്പം തന്നെ മർദ്ദനത്തിനും ഒപ്പം വീട് കയറി ആക്രമിച്ചതിനും IT ആക്ടും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിക്രൂരമായ ഒരു പീഡനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ആ മൊഴിയിലെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് 2 തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് പെൺകുട്ടിയുടെ മൊഴിയിലുള്ളത്. അതിനുശേഷം പാലക്കാട്ട് തിരുവനന്തപുരത്ത് വെച്ച് ബലാത്സംഗം ചെയ്ത ശേഷം ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ചു. അതിനുശേഷം പാലക്കാട്ടേക്ക് വിളിച്ചു വരുത്തി ആ ദൃശ്യങ്ങൾ കാട്ടി വീണ്ടും ബലാത്സംഗം ചെയ്തു പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ച് എന്നും മൊഴി നൽകിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നീട് തിരുവനന്തപുരത്തേക്ക് ഫോണിൽ വിളിച്ച് തിരുവനന്തപുരത്തുള്ള പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അത് ഭീഷണിയെ രൂക്ഷമാവുകയും ചെയ്തു. പിന്നീട് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു. 2025 മെയ് 30 രാഹുലിന്റെ സുഹൃത്ത് ഈ ഗർഭഛിദ്രത്തിനുള്ള ഗുളികയുമായി തിരുവനന്തപുരത്തെത്തി. അവിടെ കൈമനത്ത് വെച്ച് ചുവന്ന കാറിൽ കയറ്റി ഈ ഗുളിക കഴിപ്പിച്ചു. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോളിലൂടെ വന്ന് ആ ഗുളിക കഴിച്ചു എന്ന് ഉറപ്പുവരുത്തി എന്നതടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ വകുപ്പിൽ ഈ മൊഴിയിൽ പറയുന്നത്. BNS 64, BNS 89, BNS 316 വിശ്വാസവഞ്ചന അടക്കമുള്ള IT ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളടക്കം ചുമത്തിയിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ ശേഷം പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അയാളെ കണ്ടെത്താനുള്ള സംസ്ഥാന വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു. ഇത് കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജ്യത്ത് ഏതെങ്കിലും വിമാനത്താവളങ്ങളിൽ നിന്ന് രാജ്യം വിടാനുള്ള ഒരു നീക്കം നടത്തുന്നതായും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ബ്യൂറോ ഓഫ് എമിഗ്രേഷന് കത്തയച്ചുകൊണ്ട് രാജ്യത്തുള്ള എല്ലാ എയർപോർട്ടുകളിലും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ രാഹുൽ കൊച്ചിയിലെത്തിയായുള്ള വിവരം ലഭിച്ച അവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. അങ്ങനെ സംസ്ഥാന വ്യാപകമായി രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുകയാണ്.